കുഴപ്പമില്ല, നല്ല പടമാണ്. എങ്ങനെയുണ്ട് ബ്രോ പടം? കുഴപ്പമില്ല, സെറ്റാണ്. കുഴപ്പമില്ല. നെസ്ലനൊക്കെ എങ്ങനെയുണ്ട്? എന്താ? നെസ്ലനൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട് ഇഷ്ടപ്പെടുന്ന നാടൻ ഹാക്കർ സെറ്റാ. അവരും നന്നായിട്ടുണ്ട്. നെസ്ലാണ് എനിക്ക് നെസ്ലാനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഭയങ്കര ഓവറോൾ എങ്ങനെയുണ്ട്? ഇല്ല, ഓവറോൾ ഇല്ല, നമുക്കെല്ലാം സീന് നല്ല ഇഷ്ടമാണ്. പടത്തിന്റെ ഇത് നമ്മൾ ഇതുവരെ ഫാമിലി എന്റർടൈൻമെന്റ് നല്ല കോമഡി എന്നൊക്കെ ചോദിച്ചു, ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. പടം ടോട്ടലി കൊള്ളാം, വേറെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, കൊള്ളാം. അതെ തന്നെ, ഒരു ഹാക്കിങ്ങിന്റെ തന്നെ കൊള്ളാം, പടം കൊള്ളാം. നെസ്ലിൻ കൊള്ളാം, ഹാക്കിങ് കൊള്ളാം. നല്ലൊരു പടമാണ്, എനിക്ക് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായി. ഒരു ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ ഇപ്പോൾ നമ്മൾ വളരെയധികം പേടിക്കേണ്ട ചില കാര്യങ്ങളാണ് ക്രൈം, ഈ നമ്മുടെ IT കൂടെ വരുന്നതായിട്ടുള്ള ക്രൈംസ്, അതിനെ വളരെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ശരിക്കും വാസ്തവത്തിൽ പേടിച്ചു പോകുന്നു. കാര്യം ഇത്രമാത്രം ഭീകരമാണോ ഈ ഹാക്കിങ്ങും അങ്ങനത്തെ പരിപാടികളും, എന്തൊക്കെ അതിൽ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു പുതിയ മേഖലകൾ നമുക്ക് മനസ്സിൽ നല്ല ഇതായിട്ട് കാണുന്നുണ്ട്. വളരെ ആളുകളെ ബോധവാന്മാരാക്കുന്നതാണ്. ശരിക്കും എല്ലാ IT പ്രൊഫഷണൽസും ഇത് കണ്ടിരിക്കേണ്ടതാണ്, അതേപോലെ എല്ലാ ബിസിനസ്സുകാരും ഇത് കണ്ടിരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം നല്ലതാണ്, ഒരു നല്ല അഭിനയം തന്നെ എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പഴയ നമ്മുടെ ഒരു ഡയറക്ടറായിട്ടുള്ള ദിലീഷ് പോത്തൻ്റെ അഭിനയം ഗംഭീര. അദ്ദേഹത്തിൻ്റെ ഓരോ വരവും നമുക്കൊരു വിളിച്ചറിയിക്കുന്നതാണ്. നല്ല പടമായിരുന്നു, നല്ല പടമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ആ ഒരു ഏജുകാർക്ക് IT ഫീൽഡിനെ കുറിച്ചൊന്നും അങ്ങനെ ഒരുപാടൊന്നും അറിയില്ല. പക്ഷേ ഇതൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഒരു മസ്റ്റ് വാച്ചിങ് ഫിലിം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫീൽഡിൽ നമ്മൾ ഇതൊക്കെ ഓപ്പണായിട്ട് ഉള്ള കാര്യങ്ങൾ വരുമ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്ന ഒരു ഫിലിമാണ്. പിന്നെ വേറൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പണി കടന്ന് ഓടുവാണല്ലോ മൊത്തത്തിൽ. അപ്പം അടുത്ത ഒരു ചെറിയ പണിയാണിതെന്ന് പറയാം. കാരണം പയ്യന്മാരാണ് സ്കോർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് സൂപ്പർ സ്റ്റാറോ ആരും ഒന്നും ഇല്ലാതെ തന്നെ ഈ ഫിലിമൊക്കെ നല്ലൊരു ഫിലിമാണ്. അടുത്ത ഒരു മീഡിയം പണി ആണ്. പടം ഓവറോൾ മൂവി കണ്ടിരിക്കാവുന്ന മൂവിയാണ്. ബേസിക്കലി ഇതൊരു ഹാക്കിംഗ് ആക്ടിവിറ്റിയാണ് ഇതിൽ പറയുന്നത്. കുറച്ച് കമ്പ്യൂട്ടർ ഞാൻ ബേസിക്കലി കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. കമ്പ്യൂട്ടറും ഇതൊക്കെ അറിയാവുന്ന ആളുകൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും ന്യൂ ജൻ പിള്ളേർക്ക് എങ്ങനെയാണ് ഒരു ഹാക്കിംഗ് പരിപാടികൾ. പക്ഷെ അത് എത്രമാത്രം അത് ഇതിൽ എന്താ പറയുക ഫോളോ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല. എത്തിക്കൽ ഹാക്കിംഗ് ഈസ് ഗുഡ്. നല്ല ഫിലിമാണ്. ഹാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നവർ, റിവെഞ്ചിന് വേണ്ടി ഹാക്കിംഗ്. പക്ഷെ അത് നമ്മുടെ പ്രൈവസിയിലോട്ട് ആർക്ക് എപ്പോൾ വേണോ കയറാൻ പറ്റും എന്നുള്ളതാണ്. അഭിനയം നന്നായിട്ടുണ്ട്, നസ്ലിൻ നന്നായിട്ടുണ്ട്. ദിലീഷ് പോത്തിനും കൊള്ളാം. ഓവറോൾ കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്ന ഒരു ഫിലിം. കാതല് കുഴപ്പമില്ല. മ്യൂസിക്കിന്റെ ഭാഗത്താണ് എനിക്ക് കുറച്ച് പ്രശ്നം തോന്നിയത്. മ്യൂസിക് കൂടെ കുറച്ചുകൂടെ എൻഗേജിങ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ലെവലിലെത്തിയേനെ. ബാക്കി നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന നോർമൽ ഹാക്കർ പടമൊന്നുമല്ല, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ചാൽ ഓവർ ആക്കിയിട്ടില്ല പടം. ആവശ്യത്തിനുണ്ട്. കാശ് വേസ്റ്റ് ആണോന്ന് ചോദിച്ചാൽ, പക്ഷെ അത്ര വലിയ സൂപ്പർ പടമൊന്നുമല്ല. ഒരു നോർമൽ ഗിരീഷ് ഷെഡി ലെവലിലുള്ള പടമല്ല. വെറൈറ്റിയാണ്, അത്യാവശ്യം വെറൈറ്റിയാണ്. കുറച്ച് സ്ലോ പേസ് പോലെ തോന്നി. അഭിനയത്തിൽ ഒന്നും പറയാനില്ല. നസ്ലൻ എനിക്ക് അല്ലെങ്കിലും എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. നസ്ലൻ്റെത് എനിക്ക് ഇഷ്ടപ്പെട്ട്. ബാക്കി ക്യാരക്ടർ സ്കെച്ച് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ്. കാസ്റ്റിംഗ് നല്ല കാസ്റ്റിംഗ് ആണ്, അത്യാവശ്യം കുഴപ്പമില്ല. ലാസ്റ്റ് ആ ഒരു ഇമോഷണൽ ടച്ച് ഒക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പടം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വർക്കാവില്ല, പക്ഷെ അത്യാവശ്യം വർക്കാവും.